ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? തവക്കൽതു അലല്ലാഹ് എന്ന് വണ്ടിയുടെ മുന്നിൽ എഴുതി വെച്ചാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ വീട് വെച്ചിട്ട് വീടിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ഹാദാ മിൻ ഫളിൽ റബ്ബി എന്ന് എഴുതി വെച്ചാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് റബ്ബിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എല്ലാ കാര്യത്തിലും അല്ലാഹു അവന് മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന പക്ഷം അവൻ അല്ലാഹ് തന്നെ മതി, അവൻ അല്ലാഹ് തന്നെ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, അവന് പരിപൂർണനായി മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? അവന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പൊന്നാര ചങ്ങാതി, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹിനെ ഏൽപ്പിച്ച പിന്നെ നീ എന്തിനാ പേടിക്കണേ? എന്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞ് നീ എന്താ എനിക്ക് ബേജാറ്? എന്റെ മകള് പ്രായപൂർത്തിയായി, വിവാഹപ്രായമായി, അൽഹംദുലില്ലാഹ് അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ പേടിക്കണേ? എന്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. അത് നമ്മൾ വ്യക്തമായി കേൾക്കേണ്ടത്. ചുമ്മാതെ വീടിനകത്തിരുന്നിട്ട് 18 വയസ്സായി 19 വയസ്സായി ഇരിക്കുക, പെണ്ണുമ്പിള്ള ചോദിക്കുന്ന കാക്ക മോളെ കെട്ടിക്കണ്ടേ? ഓ അല്ലാഹ് നോക്കിക്കോളൂ, അല്ലാഹ് നോക്കിക്കോളൂ. ആകാശത്ത് നോക്കി നടക്കാരല്ല പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പണി തുടങ്ങി, അൽഹംദുലില്ലാഹ് ഉള്ളതൊക്കെ കൊണ്ട് തുടങ്ങി. പക്ഷെ പൈസയ്ക്ക് പ്രതിസന്ധി വരുമ്പോ ലോൺ എടുക്കാൻ പോയില്ല. പൈസയ്ക്ക് പ്രതിസന്ധി വരുന്ന സമയത്ത് പണയം വെക്കാൻ പോയില്ല. അല്ലാഹ് തരും, വെയിറ്റ് ചെയ്യും. തവക്കൽതു അലല്ലാഹ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹ് എന്നെ കൊണ്ടുതരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും വലിയ ഒരു ചരിത്രം, എന്ത് തടസ്സമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് തട്ടിമാറ്റി തരും സർവ്വതും. എന്തു പ്രയാസമാണോ, എന്താണോ ഇപ്പൊ തന്നെ ഈ എന്തിനിപ്പോ നമ്മൾ കൂടുതൽ വഴുതു പറയണേ? നിങ്ങളോട് ഞാൻ എന്തിനാ പറയണേ? ഈ ചങ്ങാതിമാരൊക്കെ ഈ പള്ളി കെട്ടണ വിഷയമായിട്ടൊക്കെ എന്തൊക്കെയായിരുന്നു? ബദറും ഉഹദും ഹന്തക്കും ഹൈബറും തബൂക്കൊക്കെ എല്ലായിരുന്നു. എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു. പക്ഷെ എവിടെ പോകുമ്പോഴും അല്ലാഹ് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹു ഒരു വഴി തുറന്നു കൊടുക്കുന്നു. ഏതൊരു വിഷയത്തിലാണെങ്കിലും നിങ്ങൾക്കൊക്കെ പിന്നെ പറഞ്ഞു തരണ്ട, നിങ്ങൾക്ക് പിന്നെ ശത്രുക്കളെ ഇല്ലല്ലോ, നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഈ ചിരി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണേ? അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് എല്ലാ വഴികളും തുറന്നു തരും. അല്ലാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഭയവും നമുക്ക് വേണ്ട. അതിന് ഏറ്റവും വലിയ തെളിവ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ പിടിച്ചുകൊണ്ടുവന്നിട്ട് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോഴും എവിടെ അമ്പും വില്ലും തയ്യാറാക്കിയിട്ട് നിർത്തിയിരിക്കുക ഇബ്രാഹിം നബിയെ എഴുതങ്ങിട്ട് വിടാൻ. ആ നിർത്തിയിരിക്കുന്ന സമയത്താ പറയുന്നത് ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. എന്താ ഇല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ടാ പറയണേ, രക്ഷപ്പെടുത്തട്ടെ, പൊക്കോ നിന്റെ കാര്യം നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാൻ, നബിയെ രക്ഷപ്പെടുത്തട്ടെ, നബിയെ നിങ്ങൾ പോ ചങ്ങായി, അല്ലാഹ് ഉണ്ടല്ലോ എന്റെ റബ്ബുണ്ടല്ലോ എന്നെ നോക്കാൻ, നീ എന്തിനാ ഭയപ്പെടുന്നേ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, എനിക്ക് അല്ലാഹ് മതി, ഞാൻ അല്ലാഹനെ ഏൽപ്പിച്ചിരിക്കല്ലേ. കരിയാൻ വിധിയുണ്ടെങ്കിൽ കരിയട്ടെ, അതിനകത്ത് പോയി കടന്ന് അവസാനിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അല്ലാഹ് തീരുമാനിച്ചതല്ലേ. അവിടെ നാ ഒരു മനസ്സ് കാണിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഇടപെടലുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നു സഹായം. ആ ഒരൊറ്റ വാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരെ വന്നപ്പോ എന്റെ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എന്റെ റബ്ബുണ്ടല്ലോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ.
ബസീർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നമ്രൂദിന്റെ കഠാരമായ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ അവിടുന്ന് തയ്യാറെടുക്കുന്ന സമയത്തല്ലേ പറഞ്ഞത്. അപ്പോഴാണ് ഏഴാകാശം കടന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വരുന്നത്. കുല്യാനാറുകുനീ ബർദം വസലാമൻ അലാ ഇബ്രാഹീം. ആകാശത്തുകൂടെ അതിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീകുണ്ടാരമുണ്ടാക്കി ആ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം നബിയുടെ ശരീരത്തിലെ ഒരു രോമം കരിഞ്ഞില്ലല്ലോ മുസ്ലിമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ ഒരു രോമം പോലും കരയാതെ എന്റെ പ്രിയപ്പെട്ടവരെ അതിനകത്ത് ഉല്ലാസ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവനെ പോലെ മാസങ്ങൾ കഴിഞ്ഞപ്പോ 40 ദിവസം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ചരിത്രം കഥയല്ല, ഖുർആൻ പറയുകയാ. ഖുർആൻ പറഞ്ഞതല്ലേ, കുല്യാനാറുകുനീ ബർദം വസലാമൻ അലാ ഇബ്രാഹീം. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തിനോട് ആ തീയോടാണ് പടച്ച റബ്ബ് പറയുന്നത്, തീയേ ഇബ്രാഹിമിന് തണുപ്പും സമാധാനമായിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചൂടിന് ചൂട്, തണുപ്പിന് തണുപ്പ്, സമാധാനത്തിന് സമാധാനം അല്ലാഹു കൊടുത്തത്. അതുകൊണ്ടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ റബ്ബ് മതിയല്ലോ. ആരെന്തു പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല ഒരു നാട് മുഴുവനും വ്യഭിചാരി എന്ന് വിളിച്ചപ്പോ, തെറ്റുകാരി എന്ന് വിളിച്ചപ്പോ, അവസാനം തന്റെ വീടിന്റെ അകത്ത് വന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല ദിവസങ്ങളോളം നാട്ടുകാരും മാതാപിതാക്കളും വരെ എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്, എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ആയിഷ ബീവിക്ക് ആരുമില്ല, ആയിഷ ബീവിക്ക് ആരുമില്ല. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് വീടിന്റെ ജനലിലൂടെ അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിളിക്കാൻ വരുന്നുണ്ടോ, ആയിഷ ബീവി കാത്തിരിക്കുകയാ. ഒരു ദിവസം അതാ വരുന്നു അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ നബി കേറി വരുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജിബ്രീൽ വന്നോ നബിയേ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞോ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ആയിഷ നീ നിരപരാധിയാണെന്ന് ജിബ്രീൽ വന്നു. ആയിഷ, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു തആല ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, നബിയേ എനിക്കുറപ്പായിരുന്നു നബിയേ അല്ലാഹുവിന്റെ സഹായം വരുമെന്ന്, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ഞാൻ നിരപരാധിയാണെന്ന് എന്റെ റബ്ബ് പറയുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആയിഷ, ഇത്ര ഉറപ്പെന്ത്? എങ്ങനാ നീ ഇത്രയും ദിവസം കഴിഞ്ഞത്? എങ്ങനെയാ നിനക്ക് സമാധാനം കിട്ടിയത്? യാ റസൂലല്ലാഹ്, സുജൂദിൽ കിടന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇത് സമാധാനം തന്നത് ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പറഞ്ഞു പഠിച്ചോ, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ, എനിക്കെന്റെ റബ്ബ്
റബ്ബ് മതിയല്ലോ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. രണ്ട്, തവക്കൽതു അലല്ലാഹ് എന്ന് റബ്ബിനെ ഏൽപ്പിക്കുന്നവന് റബ്ബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം അവൻ അല്ലാഹ് മതിയാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ തിന്നിട്ട് വയറ് നിറയാത്ത മനുഷ്യന്മാരാ. എന്തുകൊണ്ട്? നമുക്ക് മതിയാകാത്തത് കൊണ്ട്. എന്ത് തിന്നാലും നിറയുന്നുണ്ടോ? എത്ര കിട്ടിയാലും തികയുന്നുണ്ടോ? ഇല്ല. അതങ്ങനല്ല. അല്ലാഹ് ഉണ്ടെങ്കിൽ അല്പം മതി. കാന്താരി ചെറുതാണെങ്കിലും മതി. അൽഹംദുലില്ലാഹ്, നമുക്ക് അല്പം കിട്ടിയാൽ മതി, നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ ഹദീസ് പറയുന്നില്ല, ഖുർആൻ മാത്രം പറയാം. ഇന്നെങ്കിലും 10:30 അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. പിരിവെല്ലാം ഉണ്ടില്ലേ അപ്പ? ഒരു അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. ഇരിക്കല്ലേ? എസിക്കാതിരിക്കാൻ നല്ല രസമുണ്ടില്ലേ? നമുക്കൊന്നുമില്ലപ്പാ, ചൂട് തന്നെ. ഇത് ഈ പാലത്തിന് ഇത്രയും വരെ നീട്ടം ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചാൽ, ഈ പാലം ഇവിടെ വരെ നീട്ടാൻ പറ്റിയിരുന്നെങ്കിൽ കേട്ടാ, ഈ ഫാനെങ്കിലും ഒന്നുള്ളൂ. ഞങ്ങൾ ഒന്ന് നീട്ടണം മെമ്പർ കേട്ടോ. നിങ്ങളൊക്കെ വിചാരിച്ച പാലം നീട്ടാൻ പറ്റില്ലേ? പഠിച്ചൊരു സിറാത്ത് പാലം പോലെ, തൂക്കുപാലം പോലെ തൂക്കിയിട്ടിരിക്കുക. ഇത് ശരി, ഉച്ച സമയത്ത് കയറി ഇരിക്കണം, തൂക്കുപാലത്തിന്റെ പവർ അറിയാൻ. ഇപ്പോ നല്ല തണുപ്പുണ്ടില്ലേ? എങ്കിൽ ലോഹറിന് പള്ളി വന്നിരുന്ന് നോക്കണം. ജുമായ്ക്കൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഈ പാലത്തിന്റെ ചൂടറിയാം. ആ സമയത്ത് അള്ളാഹു നമ്മുടെ സിറാത്ത് എന്ന് പറയുന്ന പാലം അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് മൂന്നാമത്തെ പ്രതിഫലം എന്താ? ഇത് പറയുന്നവർക്ക്, ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. വ്യക്തമായി കേൾക്കും. മൂന്നാമത്തെ പ്രതിഫലം തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും അല്ലാഹനെ ഏൽപ്പിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവർക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അവരുടെ മേൽ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ, അവരുടെ മേൽ പിശാചിന് തീർച്ചയായും യാതൊരു അധികാരവുമില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ഇബ്ലീസിന്, പിശാചിന് തവക്കലേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവന്റെ വിഷയത്തിൽ പിശാചിന് യാതൊരു അധികാരവുമില്ല. അവന്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കിയവരുടെ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നവരോടാ. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹനെ ഏൽപ്പിച്ച് ജീവിക്കുന്നവനുണ്ടല്ലോ, അവന് കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, അവന്റെ മുന്നിൽ പിശാച് പരാജയപ്പെടുകയാ. പിശാചിന്റെ ഉപദ്രവം അവന് ഏൽക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഹദീസ് അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിനെ പരമേൽപ്പിച്ചവന്റെ മുന്നിൽ ഇബ്ലീസ് പരാജയപ്പെടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ശരിയല്ലേ? ശരിയല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ദുആ ചെയ്യാൻ പറയുന്നത് മക്കളില്ല, 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 മക്കളില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മക്കളില്ല? ആ ആശുപത്രിയിൽ പോ, ഈ ആശുപത്രിയിൽ പോ, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ പോയാൽ കിട്ടും, അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും, മൊത്തവും നടക്കും. മക്കളെ കിട്ടാനുള്ളൊരാഗ്രഹം, ആ മരുന്ന് ഈ മരുന്നും എല്ലാം കഴിക്കും. എന്നിട്ട് അവസാനം വേണമെങ്കിൽ പോയിട്ട് വേറെന്തോ ഉണ്ടല്ലോ അപ്പ, ഈ കുട്ടികളുണ്ടാവാൻ വേണ്ടി വേറെന്തോ എന്തോ ഇഞ്ചക്ഷൻ അല്ലപ്പ, വേറെന്തോ ചെയ്യുമല്ലോപ്പ, PDF എന്തെങ്കിലും പറയത്തില്ലേ, അങ്ങനത്തെ ചികിത്സ. എന്താ ഷാജിക്ക, ഈ മക്കളുണ്ടാകാൻ വേണ്ടി എന്തൊരു ചികിത്സയില്ലേ? ആരോട് ചോദിക്കാ പഠിച്ചവൻ? എന്തൊക്കെയോ മക്കളില്ല എന്ന് പറഞ്ഞു. എങ്കിലും മക്കളില്ലാത്തവർ പഠിക്കണം. മക്കളില്ലാത്തവർ ഇവര് പറയും ഗർഭപാത്രമില്ല, കൗണ്ടിങ് ഇല്ല, അതില്ല, ഇതില്ല, തൈറോയ്ഡ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ. എന്നാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവർക്ക് രണ്ടുപേർക്കും മക്കളുണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു. കൗണ്ടിങ് പറഞ്ഞുകൊണ്ടാ? നിങ്ങൾ ചിന്തിക്ക്. മക്കളെന്ന് പറയുന്നത് അള്ളാഹു തരുന്നൊരു സമ്മാനം. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. ചിലര് മക്കളെ കിട്ടിയിട്ട് കരയുന്നു, ചിലര് കിട്ടാതെ കരയുന്നു. ഇത്ര വ്യത്യാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ദുആ ചെയ്യാൻ, ഇപ്പൊ ഇവിടുത്തെ നിങ്ങൾ തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉസ്താദെ 15 കൊല്ലമായി, 10 കൊല്ലമായി, 8 കൊല്ലമായി, 6 കൊല്ലമായി മക്കളില്ല, ദുആ ചെയ്യും. ഉസ്താദെ മക്കൾ നന്നാകാൻ വേണ്ടിയും ദുആ ചെയ്യും. രണ്ടും ഉണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കൽ ഏൽപ്പിക്കുക. എന്തിനാ നിങ്ങൾ പേടിക്കണേ? അവിടെ ഇവിടെയും പോയി മന്ത്രവാദം വരെ ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ വേണ്ടി. അവിടെ പോയാ, ആ സ്വാമി എടുത്തു പോയാ, അന്നടുത്ത് പോയാ എല്ലാം കിട്ടും, അങ്ങനെ കുറെ എണ്ണം. അള്ളാഹുവിനെ പരമേൽപ്പിക്കു സഹോദര. അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങൾക്ക് അല്ലാഹ് തരും. ഏറ്റവും കൂടുതൽ നിരാശയാ മക്കളില്ലാത്തതിന്റെ കാരണം ഒന്ന്, നിരാശ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല എന്നുള്ള. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മക്കളില്ല എന്ന് പറയുന്നവരുടെ എത്ര വയസ്സായി? 28 വയസ്സായി, 30 വയസ്സായി. എന്താ 30 വയസ്സുള്ളവർ പ്രസവിക്കൂലേ? അതാ ചിന്തിക്കണ്ടേ. എടാ 58 60 വയസ്സുള്ളവർ പ്രസവിക്കണില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ധൃതിയാണ്. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക. അതാ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറയുക. ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറ. മക്കളില്ല, 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 ഇസ്തിഗ്ഫാർ പറ. നിങ്ങൾ പേടിക്കണേ. അല്ലാഹ് അല്ലേ പറഞ്ഞത്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ. ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇസ്തിഗ്ഫാർ പറയാനാ പറഞ്ഞത് മക്കളില്ലാത്തവരോട്. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ ഭാര്യയും ഭർത്താവും അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാതെ നിന്റെ കുഴപ്പമാടി മക്കൾ ഉണ്ടാകാത്തത്, കാക്കയുടെ കൗണ്ടിങ് കുറഞ്ഞുകൊണ്ടാ ഇല്ലാത്തത്. ആര്? രണ്ടും കൂടെ അടിയ. പെണ്ണിന്റെ വീട്ടുകാര്, പയ്യന്റെ വീട്ടുകാര് പറയും അവള് പ്രസവിക്കത്തൊന്നുമില്ലടാ, എടാ ഒഴിവാക്കിയിട്ട് വേറെ കെട്ടടാ. പെണ്ണിന്റെ വീട്ടുകാര് പറയും അവനെ ഒന്നിനും കൊള്ളത്തില്ല, ഒഴിവാക്കാൻ. ഇതാ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് പകരം അള്ളാഹുവാണ് മക്കളെ തരുന്നത്, പടച്ച റബ്ബിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാതെ ആശുപത്രി പോയിട്ട് ആരുടെ തെറ്റാന്നാ നോക്കണേ. എന്റെ പെണ്ണുങ്ങൾ പറയണത് എനിക്കൊരു കുഴപ്പമില്ല, ഇക്കാടെ കുഴപ്പമാണ്. ഇവളാരാ? അള്ളായാ? നമ്മൾ ചിന്തിക്കേണ്ടത്, പെണ്ണുങ്ങൾ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല, ഇക്കാടെ കുഴപ്പം. ഭർത്താവ് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല, ഭാര്യയുടെ കുഴപ്പം. പെണ്ണിന്റെ വീട്ടുകാരെന്താ പറയണത്? ഓന് മക്കളുണ്ടാവില്ല, അവന്റെ പരമ്പര എങ്ങനെ, നമുക്ക് വേറെ നോക്കാം, ഒഴിവാക്ക്. പയ്യന്റെ വീട്ടുകാർ പറയുന്നു ഓള് പ്രസവിക്കും, ആലോചിക്കും. എന്നാ ഇനി ഇവർ രണ്ടുപേരും കൂടെ ബെഡ്റൂമിൽ കയറിയാലോ സമാധാനമില്ല, ശോകഗാനം, അവാർഡ് പടം പോലെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ ഇപ്പൊ അവസ്ഥ? എന്നാ സന്തോഷത്തോടെ ജീവിക്കാൻ എന്തിപ്പാ? നല്ല പരിപാടിയാട്ടോ. പ്രസംഗിക്കുന്ന ഉസ്താദിനൊന്നുമില്ല, കേൾക്കുന്നവർക്ക് ചായയും കടിയും കേൾക്കും. പിന്നെ നമുക്ക് ഉണക്ക പൊറോട്ട ഇരുന്നോ? ശരി, അള്ളാഹു നമുക്ക് സ്വർഗത്തിലെ ഭക്ഷണം നൽകുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മക്കളില്ലാത്തവരെ വേദനിപ്പിച്ചതല്ല. നിങ്ങൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ. നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് അള്ളാഹ് നിങ്ങൾക്ക് തരുമെന്നുള്ള ഉറപ്പാ. എന്നെങ്കിലും ഒരിക്കൽ റബ്ബ് നിന്റെ വിളി കേൾക്കാതിരിക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹ് 20 അല്ല 25 അല്ല 30 അല്ല 35 അല്ല 120 വയസ്സുള്ളവർക്ക് വരെ അള്ളാഹ് മക്കളെ കൊടുത്തില്ലേ ഉമ്മ? 99 വയസ്സുള്ള പെണ്ണിന് അല്ലാഹു മക്കളെ കൊടുത്തില്ലേ ചെറുപ്പക്കാരാ? എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? അല്ലാഹുവിനോട് ദുആ ചെയ്യ്, അല്ലാഹുവിനോട് ദുആ ചെയ്യ്, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നു. മൂസാ നബിയോട് പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്, അതുകൊണ്ട് എനിക്കാണെങ്കിലും മക്കളില്ല, അല്ലാഹുവിനോട് ദുആ ചെയ്യ്, എനിക്ക് മക്കളെ തരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ സാധുവിന് നീ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹ് പറഞ്ഞു, ഓള് പ്രസവിക്കാത്തവളെ വിട്ടേക്കാൻ. വീണ്ടും ദുആ ചെയ്തു. 3 പ്രാവശ്യം ദുആ ചെയ്തപ്പോഴും അല്ലാഹ് മൂസാ നബിയോട് പറഞ്ഞ മറുപടി, ഞാനല്ലേ പറഞ്ഞ ഓള് പ്രസവിക്കൂലെന്ന്, പിന്നെയും നീ എന്തിനാ ചോദിക്കണേ? എന്റെ പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കൈക്കുഞ്ഞുമായി കടന്നു വരികയാണ്. ഒരു ദിവസം കൈക്കുഞ്ഞുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കൈക്കുഞ്ഞുമായി പെണ്ണ് കടന്നു വന്നിട്ട് പറയാ. അപ്പൊ മൂസാ നബി ചോദിക്കുക, ഈ കുഞ്ഞാരുടെയാ? എന്റെ കുഞ്ഞ്. ഈ കുഞ്ഞാരുടേതാ? ഈ പെണ്ണ് പറയണ എന്റെ കുഞ്ഞ്. മൂസാ നബി ചിന്തിക്കുക, അള്ളയല്ലേ പറഞ്ഞു ഇവള് പ്രസവിക്കൂലെന്ന്? ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് അള്ളയാ പറഞ്ഞത്, പിന്നെ ഇവൾ എങ്ങനെ പ്രസവിച്ചു? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, അള്ളാഹു അവള് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും അവളൊരു ദിക്റ് പറഞ്ഞു, അതിന്റെ മഹത്വമാണ്. മക്കളില്ലാത്തവർ ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, മക്കളില്ലെന്ന് പറഞ്ഞ് കരയുന്നവന്റെ പ്രിയപ്പെട്ട ദമ്പതിമാരോട് പൈസ കൊടുത്തിട്ട് പടച്ചവനെ ഗുളിക വാങ്ങി കടിച്ച് ആരോഗ്യവും ആയുസ്സും കളയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പ്രസവിക്കില്ല എന്ന് പറഞ്ഞ പെണ്ണിന് അല്ലാഹു സന്താനത്തിനെ കൊടുത്തത് ഒരു ദിക്റ് പറഞ്ഞിട്ടാ. ഏത് ദിക്റെന്നറിയുമോ? യാ റഹീമു യാ അല്ലാഹുവേ, അല്ലാഹുവിന്റെ 99 പേരുകളിൽ ഒരു പേരല്ലേ അല്ലാഹുവേ, യാ റഹീമു യാ അല്ലാഹ്. ഈ ദിക്റാ പെണ്ണ് പറഞ്ഞത്. അതുകൊണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളോട്, നവദമ്പതികളോട് പറയുകയാ, പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹ്, പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹ്. 2 പറഞ്ഞോ യാ റഹീമു യാ അല്ലാഹ്. കരുണയുള്ള അല്ലാഹ്, കരുണയുള്ള അല്ലാഹ്, കരുണ കാണിക്കണേ അല്ലാഹ്. വർഷങ്ങളായി റബ്ബേ, കണ്ണീരിലാണ് റബ്ബേ, കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ലാഹ്. സഹായിക്കണേ അല്ലാഹ്. പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ആദം നബിയെ പച്ച മണ്ണിൽ നിന്നാ അല്ലാഹു സൃഷ്ടിച്ചത്. ഹവ്വാ ബീവിക്ക് ഉമ്മയില്ലല്ലോ. ആദം നബിക്ക് വാപ്പയുമില്ല, ഉമ്മയുമില്ല. ഹവ്വാ ബീവിക്ക് വാപ്പയില്ല, ഹവ്വാ ബീവിക്ക് ഉമ്മയില്ല. പടച്ചവനെ, ഈസാ നബിക്ക് വാപ്പയില്ല, ഈ സിറാജിന് വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട 30 വയസ്സുള്ള, 35 വയസ്സുള്ള, 40 വയസ്സുള്ള, 45 വയസ്സുള്ള പെങ്ങളെ, 50 വയസ്സുള്ളവള് പ്രസവിക്കില്ല എന്നാരാ പറഞ്ഞത്? അതുകൊണ്ട് പെങ്ങളെ, പ്രതീക്ഷ കൈവിടണ്ട, ഉറച്ചങ്ങ് വിശ്വസിച്ചോ, നിന്റെ റബ്ബ് കൈവിടൂല. അതുകൊണ്ട് എന്റെ
പ്രിയപ്പെട്ടവരോട് പറയുകയാ, റസൂലുള്ളാഹിന്റെ ഖുർആൻ പറയുകയാണ്, പിശാചിന്റെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാകില്ല. സംരക്ഷണമാണ്, സംരക്ഷണമാണ്. തവക്കൽതു അലല്ലാഹ്. വീടിന് സംരക്ഷണമാ, സമ്പത്തിന് സംരക്ഷണമാ, ജോലിക്ക് സംരക്ഷണമാ, വാഹനത്തിന് സംരക്ഷണമാ, നിന്റെ സ്ഥാപനത്തിന് സംരക്ഷണമാ, നിന്റെ ജീവിതത്തിന് സംരക്ഷണമാ. ഇബ്ലീസിന് നിന്റെ വീടിന്റെ അകത്ത് പ്രവേശനമില്ല, നിന്റെ ജീവിതത്തിൽ പ്രവേശനമില്ല. അവന്റെ ഒരു കളിയും നിന്റെ അടുക്കൽ നടക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആനാ പറയുന്നത്, അല്ലാഹുവാ പറഞ്ഞത്, ശൈത്താനിന്റെ ശർറ് നിനക്ക് ബാധിക്കൂല, അവന്റെ ഒരു ഉപദ്രവം നിനക്കുണ്ടാകില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3, 4 അഞ്ചെണ്ണം കേട്ടൂടെ? 5 കേട്ടൂടെ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കുന്ന എന്തിനാ? കേക്കൊക്കെ തിന്നില്ലേ? ഇൻഷാ അല്ലാഹ്. 4 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം. തവക്കൽതു അലല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ കാര്യമെന്താ? സലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 4ാമത്തെ കാര്യം, കച്ചവടക്കാരൊക്കെ കേട്ടോ, ലോക്ക്ഡൌൺ വന്നത് കാരണം, കൊറോണ വന്നത് കാരണം സാമ്പത്തികമായി തകർന്ന് പേടിച്ച് കച്ചവടമില്ലാതെ തെക്കുവടക്ക് നടക്കുന്നവർ, ബസും വണ്ടിയൊക്കെ വീട്ടിൽ കയറ്റിയിട്ടിരിക്കുന്നവരൊക്കെ കേട്ടോ, ആ 4ാമത്തെ കാര്യം തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്താ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുൽ ലറുസിഖ്തും കമാ തുർസഖു തയ്യിർ തഖുദു ഖിമാസാ വതർഹു ബിത്വാനാ. പ്രവാസികളൊക്കെ കേൾക്കണം, പ്രവാസികളുടെ കുടുംബക്കാര് കേൾക്കണം, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവര് കേൾക്കണം, കച്ചവടമൊക്കെ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നവര് കേൾക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിച്ചോ, ഇന്ന് മുതലെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ കഴിയണം, അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ കഴിയണം. അങ്ങനെ പടച്ചറപ്പിനെ ഏൽപ്പിക്കുന്നത് കൊണ്ട് നിനക്ക് കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം, അല്ലാഹു നിന്റെ ഉപജീവനം, അല്ലാഹു നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം, നിനക്കുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾ കടപ്പുറത്ത് പോ, നിങ്ങൾ കടപ്പുറത്ത് പോയി നിൽക്കുമ്പോ ഒരു പക്ഷി കടലിന്റെ അങ്ങോട്ട് പോകുന്നത് കാണാം. കടപ്പുറത്ത് പോയി നിൽക്കുമ്പോ, കപ്പലിലും ബോട്ടിലും ഒക്കെ സഞ്ചരിക്കുമ്പോ നമുക്ക് കാണാം പറവകൾ ഇങ്ങനെ പറന്ന് നടക്കാം. കാലി വയറുമായിട്ട് കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ പറവ. എവിടെ പോകുന്നു? അവിടെ എന്തെങ്കിലും തിന്നാനിരിക്കണുണ്ട? എടാ, ഇങ്ങോട്ട് പോയാ വല്ല വീടോ മരവോ പറമ്പോ എവിടെങ്കിലും ഉണ്ട്. പക്ഷേ കടലിന്റെ തിരമാലകൾ മുറിച്ചുകൊണ്ട് പറവകൾ
പാതകൾ ഒട്ടിയ വയറുമായി പറന്നു പോകുന്നു. തിരിച്ചു വരുമ്പോ വയറ് നിറച്ച് തിന്നിട്ട് മക്കൾക്കുള്ളത് കൊണ്ട് തിരിച്ചു വരുന്നു. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എവിടുന്ന് കിട്ടുന്നു ഭക്ഷണം? എവിടുന്ന് കിട്ടുന്ന ഭക്ഷണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും വായിച്ച് എനിക്കൊരു ഓർമ്മയുണ്ട്. നമ്മൾ നോക്കിക്കേ, അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. ഏറ്റവും വലിയ മീനാണ് തിമിംഗലം. അതിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. തിന്നു വയറ് നിറഞ്ഞിട്ട് പല്ലിന്റെ ഇടയിൽ കയറുമ്പോ ഈ ഒരു മീൻ വന്നിട്ട് വെള്ളത്തിന്റെ മുകളിൽ വന്ന് വായും തുറന്നിങ്ങനെ കിടക്കുന്ന ആ സമയത്ത് കിളികൾ പോയിട്ട് അതിന്റെ വായിയുടെ പല്ലിനകത്തിരിക്കണൊക്കെ കൊത്തിയെടുക്കും. നിങ്ങൾ ചിന്തിക്കണം, ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലം അതിങ്ങനെ വാ തുറന്നിങ്ങനെ വെച്ച് വെള്ളത്തിന്റെ മുകളിൽ വന്ന് കിടക്കുമ്പോ പറവകൾ പോയി വായിക്കകത്തുനിന്ന് പല്ലിനിടയിൽ ഇരിക്കുന്നത് മൊത്തവും കൊത്തിയെടുത്തിട്ട് അവർക്ക് തിന്നാനുള്ളത് തിന്ന് മക്കൾക്കുള്ളതുമായിട്ട് അത് തിരിച്ചു വരുന്നു. എല്ലാം പോയി കഴിയുമ്പോൾ അത് വെള്ളത്തിലേക്ക് മുങ്ങി അത് അതിന്റെ തീറ്റി നോക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് അതാ റിസ്ക് തരുമെന്ന് പറഞ്ഞ റബ്ബ് തരും. അള്ളാഹു തരും. അതല്ല, നമുക്കത് പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് ഞാൻ ജോലിക്ക് പോകണം, എൻ്റെ ഭാര്യയും മക്കളും തിന്നണമെങ്കിൽ. ഇപ്പൊ എങ്ങനെയാ തിന്നണേ? ശരി, ഞാൻ ചോദിക്കുന്നത്, ലോക്ക്ഡൗൺ ആയിട്ട് റേഷൻ കടയല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം അടച്ചുപൂട്ടി, ജോലിയില്ല, ഒന്നുമില്ല, മാസങ്ങളിരുന്നു. നീയും നിന്റെ ഭാര്യയും മക്കളും തിന്നത് എങ്ങനാ? നീ ജോലിക്ക് പോയിട്ട? ഒന്നുമില്ലാത്തവന് റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന് ചാക്കണക്കിന് കൊടുത്തത്. അപ്പൊ അള്ളാഹുവാണ്. നീ ജോലിക്ക് പോയില്ലെങ്കിലും അപ്പൊ നിനക്ക് കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലാകുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സുകളാണ്. നമ്മളെങ്ങനെ ചിന്തയാ? ഒരിക്കലും ആ ചിന്തയല്ല. ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും ഞാൻ തിന്നൂലേ? അത് വേറെ ആരും തിന്നില്ലല്ലോ, അല്ലേ? എവിടെയാണെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് എനിക്കറിയോ? പത്തനാപുരത്ത് കിളിമാനൂർ കിടക്കണ എനിക്ക് ഇന്ന് എവിടെ നിന്നാണോ കൊണ്ട് വെച്ചിരിക്കണ നരത്തിൽ എവിടെ നിന്നാ രാത്രി ആരുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അലിച്ചു നോക്ക്. അള്ളാഹു ആ റിസ്കിന്റെ മുകളിൽ എഴുതി വെച്ചില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എഴുതി വെച്ചിരിക്കും, നമ്മൾ കഴിക്കൂല. റിസ്ക് റബ്ബ് തരും, എന്തിനാ പേടിക്കണേ? പക്ഷെ എന്ത് വേണം? അള്ളാഹുമായിട്ടൊരു ബന്ധം വേണം. അപ്പനാവരുത്. തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിനെ പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ റിസ്ക് റബ്ബ് തരും. നിന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹ് നോക്കും. ഗൾഫ് നാടുകളിലൊക്കെ പൊക്കെ ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ തവക്കൽതു അലല്ലാഹ് പൂട്ടി. എടാ, നിങ്ങൾ ചിന്തിക്ക്. ഞാൻ അത്ഭുതത്തോട് യുപിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പകുതി താത്തിട്ട് ഓടുക പള്ളിയിലേക്ക്. കട ഒന്നും ആരും നോക്കണില്ല, അവിടെ വിട്ടു. എടാ, ഒന്ന് നോക്കിക്കോണേ, അടുത്തവനോട് പറഞ്ഞിട്ട് ഓടുക. അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു, മോഷിക്കൊണ്ട് പോകുന്ന പിടിച്ചു പറ്റുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു ചരിത്ര സംഭവം കാണാം. ഒരു ആട്ടിടയനായ ഒരു മനുഷ്യൻ, റിസ്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഒരു ആട്ടിടയനായ മനുഷ്യൻ കുറെ ആടുകളുമായിട്ടൊരു മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെന്നായ വന്നിട്ട് ഒരാടിനെ പിടിച്ചുകൊണ്ട് ഓടുക. ഒരാടിനെ പിടിച്ചുകൊണ്ട് ഓടുമ്പോ ഈ മനുഷ്യൻ ആ പട്ടിയുടെ ചെന്നായിയുടെ പുറകെ കല്ലുമെടുത്ത് എറിഞ്ഞിട്ട് ഓടാ. ഈ ചെന്നായി എത്ര നോക്കിയിട്ട് ഓമ്പിടുന്നില്ല. ഇവൻ പിന്നെയും പുറകെ ഓടി വരിക. മറ്റേ ആടുകളെ മുഴുവനും വിട്ടിട്ട് ഈ പിടിച്ചു കൊണ്ടുപോകുന്ന ആടിനെ രക്ഷപ്പെടുത്താൻ ആ ചെന്നായിയുടെ പുറകെ കല്ലും പറക്കി എറിഞ്ഞിട്ട് ഓടി വരുമ്പോ സഹി കെട്ടിട്ട് ഈ ചെന്നായ തന്റെ വായിൽ കടിച്ചു വിട്ടിരുന്ന ആടിനെ താഴെ വിട്ടിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാ, എനിക്കെന്റെ റബ്ബ് തന്ന റിസ്കിനെ തട്ടിപ്പറിക്കാൻ നീ നോക്കിയിട്ട് കാര്യമുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ബാലരമയിലെ കഥയല്ല, ഹദീസ. ഞാൻ പഠിച്ചുതരാം. ഞാനിത് പറയുന്നത് എവനെങ്കിലും എഴുതി വെച്ച ഒരു കഥയല്ലത്. ചെന്നായ ആ മനുഷ്യനോട് ചോദിക്കാം, എന്റെ റബ്ബ് എനിക്ക് തന്ന റിസ്ക്. പൂച്ച മീനെടുത്തോണ്ട് പോണം, അപ്പൊ അറിയാം നമ്മുടെ സ്വഭാവം, എറിഞ്ഞൊടിക്കും. എടാ, ഒരു ചെന്നായ വന്ന് ആട്ടിയെ പിടിച്ചോണ്ട് പോകുമ്പോ അതിനെ പുറകെ നടന്നെറിയ. അപ്പോഴത് വിട്ടിട്ട് ചോദിക്കുന്നു, എന്റെ റബ്ബ് എനിക്ക് തന്ന റിസ്ക് തട്ടിപ്പറിക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? നീ നിന്റെ പണി നോക്കുന്നു. വീട്ടില് മീൻ വെട്ടി വെച്ചിരിക്ക, പൊരിച്ചു വെച്ചിരിക്ക. ജനലിൽ കൂടെ ഒരു പൂച്ച കയറി വന്ന് 2 അയില എടുത്ത് നിന്നെ നോക്കിയാ, സുബ്ഹാനല്ലാഹ്, ഓഹ് എന്തൊരു പ്രാകാന്നറിയോ. നിന്നെ വെട്ടിക്കീറി നീ വീടിനകത്ത് കയറിയ കൊന്നുകളയും. പൂച്ചയോട് പറയാ നാശം പിടിച്ച പൂച്ച, ഇതിന് കൊല്ലും. പൂച്ചയെ ഇപ്പൊ വളർത്തുന്ന ആൾക്കാരൊക്കെ കേൾക്കണം. എന്തെല്ലാം പറയും പടച്ചവൻ, അതിനെ പ്രാവും, പറ്റുമെങ്കിൽ തല്ലും. എടാ, അള്ളാഹ് അതിനെ എഴുതിയത് അത് തിന്നിട്ട് പോയി. ഇതല്ലേ അള്ളാഹ് അതിന് എഴുതിയത്? അത് കഴിച്ചു. നമ്മളെ കൊണ്ട് പറ്റൂ തട്ടിമറിക്കാൻ?
കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. ഉമ്മ കുഞ്ഞിനെ തല്ലിയ പൊട്ടിയ ഗ്ലാസ് തിരിച്ചു കിട്ടു. അതിനത്രേ വിധിച്ചിട്ടുള്ളൂ. നമ്മളതാ ചിന്തിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉപജീവനം അള്ളാഹു നോക്കിക്കൊള്ളും. നിനക്ക് കഴിക്കാനുള്ളത് അള്ളാഹു നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചരിത്രം എടുത്തു നോക്ക്. നിങ്ങൾ ഫലസ്തീനിലേക്ക് പോ. ബൈത്തുൽ മുഖദ്ദസ് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിങ്ങൾ ചെന്ന് നോക്ക്. ഏറ്റവും മനോഹരമായത് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കണം. ഈ അടുത്ത് ബൈത്തുൽ മുഖദ്ദസിൽ നടന്ന ഒരു വെടിവെപ്പുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കണ്ടു. നിങ്ങൾ ചിന്തിക്ക്, ഇസ്രയേലിന്റെ പട്ടാളക്കാര് കയറിയിട്ട് വെടിവെക്കുന്നുണ്ട്, അക്രമം നടത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആലോചിക്കേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് സുബഹി നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ കടാരയും കൊണ്ടുവന്ന ഒരു അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി നിസ്കരിച്ചു കൊണ്ടിരുന്ന 6-7 സഹാബത്തിനെ കുത്തി മറിച്ചിട്ട് എല്ലാവരും രക്തത്തിൽ കുളിച്ചു മരണത്തോട് മല്ലടിച്ചപ്പോഴും സഹാബത്ത് കൈകെട്ടി നിന്ന ചരിത്രം ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ചരിത്രം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ കാലിന്റെ ചുവട്ടിൽ കിടന്ന് മരണവപ്രാണത്തിൽ പടയുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല വന്നു നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. ഇതൊക്കെ ചരിത്രം പറയുമ്പോൾ ഈ അടുത്തി മാസങ്ങളായില്ല ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്രയേലിന്റെ നരയാട്ട് നടന്നപ്പോ വെടിവെപ്പും അക്രമവും നടന്ന് ജനങ്ങൾ മുഴുവനും ഓടുമ്പോ ഒരു സാധുവായ മനുഷ്യൻ അള്ളാഹുടെ മുന്നിൽ കെട്ടിയിരിക്കണ കൈയടിക്കാതെ, അതൊക്കെയായി ഈമാൻ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ ഒരു വല്ലാത്ത ഈമാനാ. അത് വല്ലാത്ത ഒരു ഈമാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ സൈഡിൽ ഒരു മിഹ്റാബ് കാണാം. മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ആ മിഹ്റാബിന്റെ അകത്തിരിക്കുമ്പോഴാണ് പടച്ചവനെ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആ മറിയമിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തിരുന്ന് പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ചോദിക്കുന്നു, മറിയമേ, ഈ പഴം എവിടുന്ന നിനക്ക് കിട്ടിയേ? ഈ പഴം ഈ നാട്ടിലെങ്ങും കിട്ടൂലല്ലോ. ഈ പഴം ഈ നാട്ടിലെങ്ങും കിട്ടുന്ന പഴമല്ല. ഇതൊന്നും ഇവിടെങ്ങും കിട്ടാത്ത പഴം. നിനക്കെവിടെ നിന്ന് കിട്ടി ഈ പഴം? ആ സമയത്ത് ആ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, അന്നാലക്കി ഹാദാ, എനിക്ക് അല്ലാഹ് തന്നതായി പഴം. എനിക്ക് അല്ലാഹ് തന്നതായി പഴം. ആരാ പറയുന്നത്? മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് അല്ലാഹ് ഇറക്കി കൊടുത്തു ഭക്ഷണം. എന്തിനാ മുസ്ലിമേ? നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു വെക്കണം. നമ്മുടെ മക്കൾ, പിഞ്ചു മക്കളുടെ ഹൃദയത്തിൻ്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കുത്തിക്കൊടുക്കുന്നതിന് പകരം ഇത് കുത്തിക്കൊടുക്ക്. മക്കളോട് പഠിപ്പിച്ചു കൊടുക്കും, മക്കളെ, അല്ലാഹ് ഉണ്ടടാ, പേടിക്കണ്ട, അല്ലാഹ് ഉണ്ട്. ആ റബ്ബിനെ നീ ഭയപ്പെടണ്ട. ആ അല്ലാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തോറ്റാ തോറ്റ്, ജയിച്ചാ ജയിച്ച്. മക്കളെ, കേറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ട്, ഇറക്കം കഴിഞ്ഞ കയറ്റമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സന്തോഷത്തിന്റെ പുറകിൽ ദുഃഖവുമുണ്ട്, ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ട്. എന്താണ്?